परम शांति माँ बाबूजी का കോടി കോടി പ്രണാമം. ഇന്നത്തെ ടോപ്പിക്കാണ് പരമാത്മയുടെ സംരക്ഷണം. നിങ്ങൾ ചോദിക്കും, പരമാത്മ ഞങ്ങളെ നരകത്തിൽ എന്തിന് ജനിപ്പിച്ചു ഉപേക്ഷിച്ചു എന്ന്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല നടക്കുന്നത്. ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ജ്ഞാനം അറിയില്ല എന്നാണ് അതിന് അർത്ഥം. പരമാത്മയുടെ കുറ്റം കൊണ്ടല്ല മനുഷ്യൻ ഭൂമിയിൽ അവതരിച്ചത്. ഇത് നിങ്ങൾ ഓരോരുത്തരുടെയും കുറ്റം കൊണ്ടാണ് ഈ ഭൂമിയിൽ വന്ന് പിറന്നു വീണത്. ഈ ഭൂമിയിൽ സന്തോഷവും ദുഃഖത്തിൻ്റെ ഇടയിലും സങ്കടത്തിൻ്റെ ഇടയിലും പിറന്നു വീണത് നിങ്ങളുടെ കുറ്റം കൊണ്ടാണ്, അല്ലാതെ പരമാത്മയുടെ കുറ്റം കൊണ്ടല്ല. പരമാത്മ നിങ്ങളുടെ കൈ പിടിച്ച് നടത്തുമ്പോൾ നിങ്ങൾ വേറെ കളിപ്പാട്ടം കണ്ട് അവയുടെ പുറകെ പോയി. കളിപ്പാട്ടം പല രൂപത്തിലും പല ഭാവത്തിലും ഉള്ളതാകാം. അതിൻ്റെ ആകർഷണ വലയത്തിൽ കുടുങ്ങി നിങ്ങൾ ഏറ്റവും മേലെ ലോകത്തുള്ള നിങ്ങളെ ആകർഷണം കൊണ്ട് നിങ്ങൾ താണു ഈ ഭൂമിയിൽ വന്ന് ജനനമെടുത്തു. ആ മായാ ലോകത്തിലേക്ക് നിങ്ങൾ തള്ളപ്പെട്ടു, ആ ആകർഷണ വലയത്തിൽ നിന്ന്. അത് നിങ്ങളുടെ കുറ്റം കൊണ്ടാണ്, അല്ലാതെ പരമാത്മയുടെ കുറ്റം കൊണ്ടല്ല. എന്നിട്ട് പരമാത്മാവിനെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഒരു പ്രാവശ്യം പരംപിതാവിൻ്റെ കൈവിട്ടതും നിങ്ങളെ മായ ലോകത്തേക്ക് തൂക്കി എറിയപ്പെട്ടു. ഇതുവരെ പരം ലോകത്തേക്ക് തിരിച്ചു പോകാൻ മനുഷ്യർക്ക് സാധിച്ചിട്ടില്ല. അതാണ് നിങ്ങളും ഞാനും എല്ലാം ഇവിടെ ഇരിക്കുന്നത്. അതിനാൽ ആ പരംപിതാവിൻ്റെ അടുത്ത് മടങ്ങിപ്പോകാൻ ഒരു കച്ചിത്തുരുമ്പ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട് പരമാത്മാവ്. ആര് മായയിൽ നിന്ന്, ഈ കളിപ്പാട്ടത്തിൻ്റെ ആകർഷണ വലയത്തിൽ നിന്ന് മുക്തമായി പരംപ്രകാശത്തിൻ്റെ വലയത്തിലേക്ക് പോകാൻ വേണ്ടി ഒരു കച്ചിത്തുരുമ്പ് നിങ്ങൾക്ക് ഇട്ടി തന്നിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് പിടിക്കുന്നവർക്ക്, അതായത് ജ്ഞാൻ യോഗ സേവ ധാരണ യായ കച്ചിത്തുരുമ്പിൽ എത്ര പേർ അതിൽ പിടിച്ച് കയറും, ഈ മായ ലോകത്തിൽ നിന്ന് കരകയറും എന്നറിയില്ല. ആകർഷണ വലയത്തിൽ നിന്ന് കരകയറുള്ള ഉപാധിയാണ് ജ്ഞാൻ യോഗ സേവ ധാരണ എന്ന സബ്ജക്റ്റ്. ഈ മനുഷ്യ മായ ലോകത്തിൽ നിന്ന് ആ കച്ചിത്തുരുമ്പിലേക്ക് നിങ്ങൾ കയറി പിടിച്ചാൽ നിങ്ങളുടെ ഭാഗ്യം, നിങ്ങളുടെ ലക്ക് എന്ന് പറയാം. ഈ മായാലോകത്തിന് കരകയറും എന്നറിയില്ല നിങ്ങൾ. എപ്പോൾ എത്ര കോടി ജന്മങ്ങളെടുത്തു നിങ്ങൾ ഈ ഭൂമിയിൽ, എന്നിട്ടും നിങ്ങൾ ഈ കച്ചിത്തുരുമ്പിനെ തിരിഞ്ഞിട്ട് കണ്ടുപിടിച്ചിട്ടില്ല എന്നതാണ് സത്യം. അങ്ങനെ തിരിഞ്ഞ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ടാവില്ല. നിങ്ങൾ ആ ചൈതന്യത്തിൻ്റെ ആ പരമാത്മാവിൻ്റെ അടുത്തായിരിക്കും നിങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നിങ്ങൾ സത്വഗുണം രജോ ഗുണം തമോ ഗുണത്തിലേക്ക് വന്നു. ഇനി തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണം സത്വഗുണത്തിലേക്ക് മടങ്ങിപ്പോകണം. എന്നാൽ മാത്രമാണ് അത് ആ തമോ ഗുണത്തിൽ നിന്ന് സത്വഗുണം വരെ പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ പിതാവായ ആ പരം ചൈതന്യത്തിൻ്റെ വീണ്ടും കയ്യിൽ പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ചോയ്സ് നിങ്ങളുടെ കയ്യിലാണ്. പരംശാന്തി വേണോ അതോ മായ ലോകം വേണോ? ചോയ്സ് നിങ്ങളുടെ കയ്യിലാണ്. സത്വഗുണം രജോ ഗുണം തമോ ഗുണത്തിൽ നിന്നും മടങ്ങിപ്പോകണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ചൈതന്യത്തിൻ്റെ കൈപിടിച്ചാൽ വീണ്ടും കൈപിടിച്ച് നടക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കച്ചിത്തുരുമ്പിൽ പിടിച്ച് കയറുക. ഇത് പരമാത്മയെ
ആയിട്ട് നിങ്ങൾക്ക് ഇട്ട് തന്ന ഒരു കയറാണ്. പിടിച്ചു കയറാനുള്ള, മായയിൽ നിന്ന് പിടിച്ചു കയറാനുള്ള ഒരു കയറാണ് ഈ ഗ്യാൻ യോഗ സേവാധാരണ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇരിക്കും നിങ്ങളുടെ ഭാഗ്യം. നിങ്ങളുടെ കർമ്മത്തിലൂടെയാണ് നിങ്ങളുടെ ഭാഗ്യം സിദ്ധിക്കുന്നത്. ആ പരം ചൈതന്യത്തെ തിരിച്ചറിയുക. ആത്മീയെ അത് തിരിച്ചറിയുന്നു. എന്ന് ആത്മീയെ നിങ്ങൾ തിരിച്ചറിയുന്നുവോ, ആത്മയുടെ ശക്തിയെ തിരിച്ചറിയുന്നുവോ, അവർ ജനന മരണ ചക്രത്തിൻ്റെ മേലെ ലോകത്തോട്ട് പോകും. അപ്പോൾ ആ ആത്മജ്ഞാനം, ബ്രഹ്മജ്ഞാനം ഇവ സ്വായത്തമാക്കും. ഇത് നിശ്ചിതമാണ്. ഇനി ബ്രഹ്മപുരി എന്താണ് എന്ന് നമ്മൾക്ക് നോക്കാം. ബ്രഹ്മാവിൻ്റെ ശക്തി എങ്ങനെയാണ്, അതിൻ്റെ നിർമ്മാണം എങ്ങനെയാണ് എന്ന് നമ്മൾക്ക് നോക്കാം. ഒരു ലോമേഷ് ഋഷി, ആ ഋഷിയുടെ ആയുസ് ബ്രഹ്മയുടെ 15 വർഷം ആയിരുന്നു. ബ്രഹ്മയുടെ ഒരു സെക്കൻഡ് നമ്മുടെ ഭൂമിയിൽ 1,00,000 വർഷമാണ് എന്ന് അറിയുക. ഇതിനെപ്പറ്റി നമ്മുടെ പുരാണങ്ങളിലും പറയുന്നുണ്ട്. അതായത് ഒരു ലോമേഷ് ഋഷി, ആ ഋഷിയുടെ ആയുസ് ബ്രഹ്മയുടെ 15 വർഷം ആയിരുന്നു. ഇതിനെപ്പറ്റി നമ്മുടെ പുരാണങ്ങളിലും പറയുന്നുണ്ട്. അതായത് ആ ഋഷി 5400 കൽപ്പ പ്രളയം കണ്ടിരുന്നു. മാർക്കണ്ഡേയ ഋഷിയുടെ ആയുസ് ബ്രഹ്മയുടെ 7 ദിവസം ആയിരുന്നു. അതായത് ഭൂമിയിൽ 6048 കോടി വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ 7 കൽപ്പപ്രളയത്തെ കണ്ടിരിക്കും. സമയത്തിൻ്റെ ഗതിയെ സയൻസിൽ ടൈം ഡയലൂഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ബ്രഹ്മപുരിൻ്റെ മേലോട്ട് പോകുന്തോറും സമയം കമ്മിയായിട്ട് വരും. താഴോട്ട് വരുന്ന സമയത്ത് സമയം കൂടിക്കൊണ്ടുവരും. അതാണ് പ്രകൃതി നിയമം. നിങ്ങൾ ചിന്തിച്ചു വച്ചിരിക്കുന്നത് ഈ ഭൂമിയാണ് സ്വർഗവും നരകവും എന്നാണ് നിങ്ങൾ ചിന്തിച്ചു വച്ചിരിക്കുന്നത്. മരണശേഷം നിങ്ങൾ വേറെ ശരീരം പ്രാപിക്കുന്നു, വേറെ ഗർഭസ്ഥയിൽ പോകുന്നു, വേറെ മനുഷ്യനായിത്തീരുന്നു എന്നൊക്കെയാണ് നിങ്ങളുടെ ചിന്തകൾ. പക്ഷേ അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ കർമ്മപ്രകാരമാണ് നിങ്ങൾ ഇപ്പോൾ കർമ്മം ചെയ്തുവോ, ആ കർമ്മപ്രകാരമാണ് നിങ്ങളുടെ അടുത്ത ജന്മം നിശ്ചയിക്കുന്നത്. എവിടെയാണ്, ഏത് വീട്ടിലാണ്. പക്ഷേ ഇപ്പോൾ അനേക ജാതി മത സമ്പ്രദായങ്ങൾ വന്നിരിക്കുന്നതിനാൽ അവരുടെ എല്ലാം ആത്മാക്കൾ നിങ്ങളുടെ വീട്ടിലും വരാം. പക്ഷേ നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. അതിനു വേണ്ടിയിട്ടുള്ള ക്യാമറ ഉണ്ടെങ്കിൽ എത്ര ഭൂതം നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൂർവികരായിരുന്നു നിങ്ങളുടെ വീട്ടിൽ കുടിയേറിയിരിക്കുന്നത്. കുടിയേറാൻ കാരണം അവർക്ക് ജ്ഞാനം അറിയില്ല, മോക്ഷം കിട്ടിയിട്ടില്ല. മോക്ഷം കിട്ടിയ ഒരു വ്യക്തി ഒരിക്കലും ഭൂമിയിൽ തങ്ങില്ല, മേലെ ലോകത്തോട്ട് പോകും. മേലെ ലോകത്തോട്ട് പോയ ഒരാൾ ഒരിക്കലും താഴേക്ക് വരില്ല. കാരണം ഇവിടെ വന്നാൽ പെട്ടുപോകും എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതിനാൽ മേലെ ലോകത്തോട്ട് പോകാനുള്ള ശ്രമം തുടർന്നു കൊണ്ടിരിക്കും. അതാണ് വലിയ വലിയ മുനി ഋഷിമാർ ചെയ്യുന്നത്. വലിയ മുനി ഋഷിമാർ സാധാരണ വ്യക്തിയുമായിട്ട് സമ്പർക്കം പുലർത്തില്ല. കാരണം അവർക്ക് ജ്ഞാനത്തെപ്പറ്റിയോ ഇതിനെപ്പറ്റിയോ ഒന്നും തന്നെ അറിയില്ല. അതിനാൽ അവരുടെ ഓറ ബ്ലാക്ക് ആകാം, റെഡ് ആകാം, അങ്ങനെ പലതരത്തിലുള്ള ഇതാകാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഓരോരോ ആൾക്കാരുടെ സ്വഭാവത്തിന് അനുസരിച്ചിട്ടാണ് ഇവ നിശ്ചയിച്ചിരിക്കുന്നത്. അതിനാൽ ഒരു ഋഷിമുനി ഒരിക്കലും ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കുകയോ ഒന്നും ചെയ്യുകയില്ല. കാരണം അവർക്കറിയാം അവരുടെ വായിൽ നിന്ന് എന്താണ് വരുന്നത് എന്ന്. കാരണം ജ്ഞാനം അറിഞ്ഞുകൂടാ. ആ വ്യക്തി അവരുടെ എങ്ങനെയാണ് സംസാരിക്കുന്നത് അറിഞ്ഞുകൂടാ. അതിനാൽ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് വയ്ക്കുകയുള്ളൂ.
മഹാഋഷിമാർ എപ്പോഴും അവരുടെ ദേഹത്ത് തൊടാൻ സമ്മതിക്കുകയില്ല. കാരണം ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ അവരുടെ വൈബ്രേഷൻ വേറെ ലെവലായിരിക്കണം. കാരണം മറ്റുള്ള ആളുകൾ ബ്ലാക്ക് ഓറയായിരിക്കാം. അത് നമ്മളുടെ ശരീരത്തിൽ തൊട്ടുകഴിഞ്ഞാൽ അത് നമ്മളുടെ ശരീരത്തെ ഭംഗം വരുത്തും. അങ്ങനെ പലതരത്തിലുള്ള ക്രിയകൾ ഈ ആധ്യാത്മികത്തിൽ ഉണ്ട്. അതെല്ലാം പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ലോകത്തേക്ക് പോകാൻ സാധ്യമാവുകയുള്ളൂ. കഠിനമായി പരിശ്രമിക്കുക, ദൃഢ നിശ്ചയത്തോടു കൂടി പരിശ്രമിക്കുക. ഞാൻ ആ പരമാത്മ ചൈതന്യത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് നിത്യേന ചിന്തിക്കണം, സങ്കല്പിക്കണം. ഞാൻ ഇവിടത്തെയല്ല, ഞാൻ മേലെ ലോകത്തിന് വന്നതാണ് എന്ന് നിത്യം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ ആ ലോകത്തോട്ട് എത്തിപ്പെടും എന്നാണ് പരമാർത്ഥമായ സത്യം. പരം ശാന്തി, ബേഹദ് കി പരം ശാന്തി. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബേഹദ് കി പരം ശാന്തി.